ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് പണിസ്ഥലത്തെ ഒരു കുഞ്ഞു വിശേഷമാണ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എത്തി മുറ്റമൊക്കെ ഒന്ന് അടിച്ചേരി കഴിഞ്ഞതിന് ശേഷം കോഴിമുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളി വാട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നൂൽപുട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ട മുട്ട റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ വേഗം ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് അത് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കോഴിമുട്ടയൊക്കെ അവിടെ പുഴുങ്ങി റെഡി ആയതാണ്. ഇനി ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്ത് മസാലയൊക്കെ ഇട്ടൊന്ന് വേവിച്ച് നമുക്കത് കോഴിമുട്ടയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മുട്ട റോസ്റ്റ് ആക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് ചോറിനൊക്കെ വെള്ളം വെക്കണം. ഈ ഒരു പണി കഴിഞ്ഞിട്ട് വേണം ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട്. ചോറ്, കറി, ഉപ്പേരി സാധനങ്ങളെല്ലാം ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പം ഇന്ന് മത്തിയാണ് മീൻ കിട്ടിയിട്ടുള്ളതൊക്കെ. അപ്പോൾ അതൊന്ന് കറി ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ചായൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടാവാം അതെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കുറേ ദിവസമായിട്ട് നമ്മുടെ സൗണ്ടിനൊക്കെ ഒരു പ്രോബ്ലം കാരണമാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. വീഡിയോ ഒക്കെ ഇടാൻ നമുക്ക് എന്തായാലും ഇതിന് വോയിസ് കൊടുക്കാനായിട്ട് നമ്മളെ സൗണ്ട് ക്ലിയർ ആയിരിക്കണമല്ലോ. അപ്പോൾ സൗണ്ട് എന്തോ പനി വന്നതിന് ശേഷം ഒരാഴ്ചയായിട്ട് സൗണ്ടൊന്നും ഇല്ലാതെയായി. ഞാൻ ആകെ ബുദ്ധിമുട്ടിലായി പോയിട്ടോ കൂട്ടുകാരെ. ഇതിന് പറ്റിയ ആ ഒരു സൗണ്ടൊന്നും ആയല്ല എൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നത്. ഒരു പ്രത്യേക തരം സൗണ്ടായി മാറി. അപ്പോൾ ഞാൻ സൗണ്ട് ഇന്ന് കുറച്ച് ക്ലിയർ ആയപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ച്. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കൂട്ടുകാരെങ്കിലും വീഡിയോ എവിടെ എന്നൊരു ഇതുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഒരുപാട് പേര് നമ്മൾ വാട്സപ്പിലൊക്കെ അയച്ച് ചോദിച്ച് വീഡിയോ എന്താ ഇടാത്തതെന്ന്. അപ്പോൾ ഈ ഒരു കാരണമാണെന്ന് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കോഴിമുട്ടേൻ്റെ പണിയിലേക്ക് നടക്കുകയാണ്, മുട്ട റോസ്റ്റിൻ്റെ പണിയിലേക്ക്. അപ്പോൾ ഇനി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞപ്പോൾ അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ഇവിടെ ചിക്കൻ മസാല അങ്ങനെ ഉപയോഗിക്കലില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ മസാല ഇട്ടതൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് എരിവ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം മുളക് പൊടി ഇപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയൊക്കെ ഒന്ന് സെറ്റായിട്ട് ഒന്ന് വാടിയതിന് ശേഷമാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതാ ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുക്കറിൽ ഇന്ന് ചോറുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഞാനത് കുക്കറിൽ ചോറ് വെക്കണത്. അങ്ങനെ കുക്കറിൽ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ശരിയാക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഉള്ളിയൊക്കെ വാട്ടി പാത്രത്തിലേക്ക് മാറ്റി കോഴിമുട്ട ഉണ്ടിട്ട് ഇനി അതൊന്ന് ചൂടാറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും വേഗം ഉപ്പേരീൻ്റെ പണി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ഉപ്പേരീൻ്റെ പണി നോക്കിയാൽ എന്താ അറിയോ, പെട്ടെന്ന് ആ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് തിരിയുക. കറി വെക്കണമെങ്കിൽ തന്നെ മീൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ. അപ്പോൾ അതൊന്ന് ഐസ് ഉരുകി മാറാനായിട്ട് കുറച്ച് സമയമുണ്ട്. ആ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ പണികളൊക്കെ ഞാൻ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ വേഗം ഇന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചോറ് വേറെ ഗ്യാസിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലും ഒരു ഗ്യാസ് ഉണ്ട്, അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടോ. നമ്മൾ ആദ്യത്തെ അടുക്കളയിൽ നിന്നല്ല കേട്ടോ അപ്പോൾ പണിയെടുക്കുന്നത്. ആദ്യത്തെ അടുക്കളയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറിയിട്ടാണ് ഇപ്പം ഗ്യാസൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്നാണ് ഇപ്പോൾ പണിയൊക്കെ എടുക്കുന്നത്. അവിടെ ലേശം എന്താ പറയുക, ബൾബിനൊക്കെ വെളിച്ചക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത് അവിടെ നിന്ന് പണിയെടുക്കാൻ പറ്റാതായപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഗ്യാസൊക്കെ മാറ്റി. ഇവിടെ വേറൊരു ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂട്ടുകാർ കാണില്ലേ, അതാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുക്കളയിൽ. പക്ഷേ ഇത് ഞങ്ങൾ ഈ ഗ്യാസും ഈ അടുപ്പൊക്കെ ഇങ്ങോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെ ആദ്യത്തെ പോലെ കുക്കിങ് ചെയ്യാം കേട്ടോ. മറ്റേ അടുപ്പത്തേക്ക് പിന്നെ അതാ ചോറ് ഇറക്കി വെച്ച് കൊടുത്തിന്. അപ്പോൾ അതവിടെ നിന്നിട്ട് ചെറിയൊരു ചൂടിൽ വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് സിമ്മിലൊക്കെ ഇട്ട് കൊടുത്തതാട്ടോ ഗ്യാസ്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ ഗ്യാസുമ്മൽ വേണ്ട കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് പറഞ്ഞല്ലോ, അതിൽ ഞാൻ എല്ലാം വാടി കഴിഞ്ഞപ്പോൾ അതാ എന്താ പറയുക, ഇന്ന് വഴുതനെയാണ്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നൂൽപുട്ട് ഇവിടെ റെഡി ആയിന് കേട്ടോ. അപ്പോൾ വഴുതനയിൽ മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ച് അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അടുപ്പത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ മീനൊക്കെ ഒന്ന് മുറിച്ച് വന്നിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. മത്തിക്കറിയാണ്. അപ്പോൾ തേങ്ങ അരച്ചിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. തേങ്ങ അരച്ചാൽ കുറച്ചും കൂടെ കറി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് തേങ്ങ അരയ്ക്കുകയാണ്. അപ്പോൾ 2 നേരത്തേക്കും കൂടിയുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത്. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാൽ അത് രാത്രിത്തേക്ക് ഉപയോഗിക്കും.
അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകലെന്നല്ല കൂട്ടുകാർക്കും അറിയാലോ. അപ്പോൾ ഇത് നമുക്ക് കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ടാണോ എന്താ അറിയില്ല, വോയിസ് കൊടുക്കുമ്പം തന്നെ എല്ലാത്തിനും ഒരു എന്തൊക്കെയോ കുറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ കറിയിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ ഞാൻ വാട്ടിക്കൊണ്ടിരിക്കുകയാണേ. എന്നത്തെയും പോലെ തന്നെ കേട്ടോ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മളത് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തത്. അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനി വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടല്ല നമ്മൾ കറിയിൽ കൂട്ടുണ്ടാക്കുക. അപ്പോൾ അതൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊന്ന് പുളിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പുതർന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ മസാല ഒന്ന് ചൂടാക്കി എടുക്കണം, പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ തന്നെയാണ് കറികൾ ഉണ്ടാക്കാമെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാം ശരിയായി. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിയൊക്കെ ഞാനിതാ പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ടാണ് പുളി ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് തന്നെ പുളി വേഗം ഒന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം പിഴിഞ്ഞെടുക്കാനും സുഖമാണ്. അപ്പോൾ എന്തായാലും മസാലകളിലേക്ക് പുളീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി ഞാൻ അടുപ്പത്ത് വെച്ച് മൂടിയൊക്കെ വെച്ചിട്ടോ. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ കറി ഇവിടെ ഞാൻ തേങ്ങ അരച്ചൊക്കെ ഉഷാറാക്കിയിട്ടോ. ചായയൊക്കെ കൂടി കഴിഞ്ഞപ്പോഴാണ് ഇതിന് നിന്നത്. പിന്നെ ഉപ്പേരിയൊക്കെ എടുത്തത് ആ മേശമ്മയിലേക്ക് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതും റെഡിയായി. ഇനി ഇതാ ഞാൻ വേഗം തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ. നാളേക്കുള്ള തേങ്ങ വറുത്ത് ഒന്ന് അരച്ച് വെക്കും. ഇത് കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിലേക്കാണ്. ഇനി വീട്ടിലെത്തിയിട്ടുള്ള കുറച്ച് കുഞ്ഞു കാഴ്ചകളാണ് കേട്ടോ എല്ലാ കൂട്ടുകാരും കാണാൻ വേണ്ടി പോകുന്നത്. ഇനി കാണണം കേട്ടോ. വീട്ടിലെത്തിയപ്പം എന്താ കാഴ്ച എന്ന് വെച്ചാൽ നല്ല മഴയാട്ടോ കൂട്ടുകാരെ. വീട്ടിലെത്തിയപ്പം പെരും മഴയും കാറ്റും. ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് ഡ്രസ്സുകളൊക്കെ ഒന്ന് മിഷനിലിടാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. കയറിയപ്പോൾ ഇതാ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മഴ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തു നിന്ന് ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടാട്ടോ ടെറസിൻ്റെ മുകളിലേക്ക് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ അതാ നല്ല പുകയൊക്കെ പോകുന്നുണ്ട് നമ്മുടെ അടുക്കളയിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈ മഴയൊന്ന് കഴിയട്ടെ എന്നിട്ട് വേണം മിഷനിലിടാനെന്ന് വിചാരിച്ചതാണ്. പക്ഷെ മഴ നിൽക്കണ ലക്ഷണവുമില്ല, കാറ്റ് നിൽക്കണ ലക്ഷണവുമില്ല. നല്ല അടിപൊളിയായിട്ട് കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ പറയുക, ഇന്ന് വൈകുന്നേരം ആവട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിന്നതാണ്. ഉച്ചയാകുമ്പോഴേക്കും വന്നപ്പോഴും നല്ല മഴയാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കെങ്കിലും ഒന്ന് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ച് മുകളിലേക്ക് കയറി വന്നപ്പം പെരും മഴയും കാറ്റും. അപ്പോൾ നമ്മളെ വീട്ടിലെ പണികളൊന്നും നടക്കൂല കേട്ടോ ഉച്ചയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ അങ്ങനെയാണ്. കാരണം എപ്പോഴും മഴ തന്നെയല്ലേ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് അടച്ചു പിടിച്ചുള്ള ഒരു കുഞ്ഞു മഴ പെയ്തുകൊണ്ട്, കുഞ്ഞു മഴയൊന്നുമില്ല വലിയ മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ മഴ ഒന്നും വക വയ്ക്കാതെ കുറച്ച് തുണിയിടാനുള്ളതൊക്കെ അതൊക്കെ മെഷീനിലിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് റൂമിലൊക്കെ ഒന്ന് ആറിയിട്ട് വീണ്ടും പുറത്തേക്ക് വന്ന് മെഷീനൊക്കെ ഒന്ന് മൂടി വെക്കാൻ വേണ്ടി വന്ന് നോക്കിയപ്പോൾ ഇതാ കൂട്ടുകാരെ അടിപൊളി കാറ്റും മഴയാണ്. ആകാശമൊക്കെ ഇരുണ്ട് നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഇനി നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബായ്.